പുതുക്കാട് മണ്ഡലത്തിൽ മറ്റത്തൂരിലുണ്ടായതുപോലെ അവിശുദ്ധ ഒട്ടുകെട്ടുകളുണ്ട് എന്ന് LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രൻ. മറ്റത്തൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന മണ്ഡലമാണ് പുതുക്കാട്. എന്നാൽ BJPയും UDFും ഒന്നിച്ച് ഇടതുപക്ഷത്തിന് എതിരെ നിന്നാലും വിജയിക്കാൻ കഴിയില്ല എന്നും സിറ്റിംഗ് MLA കൂടിയായ കെ രാമചന്ദ്രൻ പറഞ്ഞു. പുതുക്കാട് മണ്ഡലത്തിൽ രണ്ടാം തവണ ജനവിധി തേടുകയാണ് സിറ്റിംഗ് MLA കൂടിയായ കെ രാമചന്ദ്രൻ. പ്രചാരണ പരിപാടികളിലാണ്, ആളുകളെയൊക്കെ തന്നെ നേരിട്ട് കാണുന്ന തിരക്കിലാണ്. പ്രധാനമായും പുതുക്കാട് ഒരു ഓട് വ്യവസായമൊക്കെ തന്നെ കൂടുതലായി ഉള്ളൊരു ഇടമാണ്. അതുകൊണ്ട് തന്നെ വോട്ട് കമ്പനിയിൽ വെച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. ഇപ്പോൾ ആളുകളെയൊക്കെ കണ്ട് എല്ലാവരും വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരിക്കും. അതെ, ചുരുങ്ങിയ ദിവസങ്ങളല്ലേ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും മറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിയാവുന്നത്ര തൊഴിൽശാലകളിൽ അതുപോലെ തന്നെ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുക എന്ന നിലയിലാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തന പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വോട്ട് കമ്പനികളുള്ള ധാരാളമുള്ള പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയാണ്. ആ ജില്ലയിൽ പുതുക്കാടാണ്. ആ പുതുക്കാടിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ പഞ്ചായത്തിലാണ്, ഈ നെന്മണിക്കരയിലാണ്. അപ്പോൾ ഒരു വലിയൊരു പിന്തുണയാണ് നമുക്ക് ഈ മേഖലയിൽ എല്ലായിടത്തും കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്, വോട്ട് അഭ്യർത്ഥിച്ചു പോകുമ്പോൾ എത്തിക്കുന്നത്, അതെന്തായിരിക്കും? നമുക്ക് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അതൊന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഗതാഗതം, അതുപോലെ തന്നെ ജലസേചനം, ഇങ്ങനെയുള്ള സേവന മേഖല. ഈ മേഖലയിലെല്ലാം വലിയ മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾ 50% BMBC ആക്കുക എന്നതായിരുന്നു. 60% ഇപ്പോൾ അത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ അത് 85%. ആമ്പലൂരിൽ നിന്ന് പോളിടെക്നിക്കിൻ്റെ ഇപ്പുറ സൈഡ് പോകുന്ന റോഡൊക്കെ BMBC. പുതുക്കാട് സെൻറ്ററിൽ നിന്ന് കാഞ്ഞൂർ ചുങ്കം വഴി പോകുന്ന റോഡ് BMBC. എല്ലാ റോഡുകളും ഇനി 3-4 ചെറിയ റോഡുകളെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ പൊതുമരാമത്ത് റോഡുകൾ BMBC ആക്കുള്ളൂ.